ഒരുപാട് വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ടുള്ള മാർക്കറ്റിംഗ് രീതികൾ അവലംബിക്കുന്നവരും പുതിയ ഒരു എന്റർപ്രണറായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവരും രണ്ട് രീതിയിലുള്ള എന്റർപ്രണേഴ്സിനെയും താങ്കൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ഇതിനെപ്പറ്റി ആൾക്കാർ കൂടുതൽ അറിഞ്ഞറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൊമേഴ്സിന്റെ ഒരു സാധ്യതകൾ. പുതിയ കാലത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി എന്നൊക്കെ നമ്മൾ പറയും, അപ്പൊ അതുപോലെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സ്ട്രോങ് കാറ്റഗറി ഹെർബൽ ആയുർവേദ ഇതാണ്. ഞങ്ങളുടെ ഏറ്റവും രസകരമായിട്ടും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പറയാൻ പറ്റുന്നതും തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഞങ്ങളെ അവർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ യങ് ജനറേഷനാണ് ഈ കൊമേഴ്സിലേക്ക് വരണമെന്നാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയം. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ എക്സിസ്റ്റിംഗ് ഓഫ്ലൈൻ സെയിൽസിനെ ഇത് ബാധിക്കുമെന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. അതിനെ റിസോൾവ് ചെയ്യാനുള്ള പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്കൊരു 3 മാസം കൊണ്ട് അവരുടെ ടേൺ ഓവർ, അവരുടെ ഓഫ്ലൈൻ ടേൺ ഓവറിൻ്റെ 6 ഇരട്ടി 3 മാസം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അതിനുശേഷം മനഃപൂർവ്വം നമുക്ക് സെയിൽസ് ഒന്ന് സ്ലോ ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി സെയിൽസിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കൂട്ടാനായിട്ട്. ആൻഡ് അന്ന് അവർ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒരു 6 മാസം കൊണ്ട് ആ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ തിരിച്ചു പിടിക്കുക മാത്രമല്ല, 3000 മാസം സെയിൽസ് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഏതാണ്ട് 60,000 ബോട്ടിൽ ഇൻ 14 days 60,000 ബോട്ടിൽ അവർക്ക് പോലും ആദ്യം അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ പ്രൊഡക്ഷൻ ഇത്രയും കുറഞ്ഞത്. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു റെഗുലർ പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ ഒരു ഓൺട്രപ്രൂണറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ റിസ്ക് എടുക്കുമെങ്കിലും ആ റിസ്കിനൊരു പരിധിയുണ്ട്. അവരുടെ ഹിസ്റ്ററി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ കൊമേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. മറ്റേത് വളരെ അവർക്ക് എത്തിപ്പെടാവുന്ന റീച്ചിനുള്ള മാത്രമേ അവർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അവരുടെ പ്ലാനിങ് അതനുസരിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ സംസാരിച്ചപ്പോൾ അവർ റെഡി ആയിരുന്നെങ്കിലും കൂടെ അവർ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ നന്നായിട്ട് ഞങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ആൻഡ് അത് ദർ വാസ് ടൈം, അതായത് ആമസോണിൽ ആ പെർട്ടിക്കുലർ കാറ്റഗറിയിൽ MNCസിനെക്കാട്ടും മുകളിൽ ഇവരുടെ ബ്രാൻഡ് വന്നു തുടങ്ങി. അതൊരു കമ്പൈൻഡ് എഫേർട്ടായിരുന്നു. ഞങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് യൂസ് ചെയ്തു, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് യൂസ് ചെയ്തു, ആമസോൺ അഡ്വർടൈസ്മെൻറ്റ്സ് യൂസ് ചെയ്തു. ഇപ്പോൾ ആ ബ്രാൻഡ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ആമസോണിൻ്റെ എല്ലാ വെയർഹൗസിലും സാധനമുണ്ട്. ഇന്ത്യയിൽ എവിടെ വന്നിട്ട് ഒരാൾ ഓർഡർ ചെയ്താലും വിത്തിൻ 12 hours സാധനം കിട്ടും. ഈ ആമസോൺ നൗ ഉള്ള പല സ്ഥലത്തും ഈ സാധനം ഓൺ ടൈം ഡെലിവറി ചെയ്യാനും പറ്റി. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ബ്രാൻഡ് ബിൽഡിങ്ങും ഉണ്ടായി, റവന്യൂ ബിൽഡിങ്ങും ഉണ്ടായി.